ജി ടി എഡ്യൂക്കേഷന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമുക്കറിയാം മറ്റന്നാൾ നടക്കുന്ന ഫിസിക്സ് SLCയുടെ എക്സാമിനേഷൻ ഉപകാരപ്രദമായുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ആൻസർ ചെയ്യുമ്പോൾ. നിങ്ങൾക്കറിയാം 1.5 മണിക്കൂറാണ് സമയം, 40 മാർക്കാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ആകെയുള്ളത്. അപ്പൊ സെക്ഷൻ എയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം 1 മാർക്കിന്റെ ചോദ്യമാണ്. ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. അപ്പൊ ആദ്യത്തെ വേർഡ് പെയർ ബ്രൗൺ എനർജി എന്ന് പറയുന്ന കോളാണ്. ഗ്രീൻ എനർജി എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഗ്രീൻ എനർജിയിൽ സോളാർ എനർജിന്നോ വിൻഡ് എനർജിന്നോ ജിയോ തെർമൽ എനർജി ഇതിൽ മൂന്നിൽ ഏത് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത ചോദ്യം. ഇഫ് ദ നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ ഈസ് 25 സെന്റിമീറ്റർ ആൻഡ് ദ ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി then his eye has. എന്ത്, അതായത് ഒരു നിയർ പോയിന്റ് പേഴ്സന്റെ 25 സെന്റിമീറ്റർ ആണ്, നമുക്കറിയാം സാധാരണ നിയർ പോയിന്റ് 25 ആണ്. ഫാർ പോയിന്റ് ഇൻഫിനിറ്റി അല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിന് എന്ത് പ്രശ്നമാണുള്ളത്? ഉത്തരം മയോപ്പിയ ആണ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. നെയിം ദ പ്രോസസ് in which the nuclei of the greater mass are split into lighter nuclei. ഇപ്പൊ ഗ്രേറ്റർ മാസിന്റെ ഉള്ള ഒരു വലിയൊരു മാസമുള്ള ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയ ആവുന്ന ആ പ്രോസസിന്റെ പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. പ്രത്യേക ന്യൂക്ലിയർ ഫിഷൻ. ഇനി ചോദ്യം നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ, അതായത് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു, കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈനിങ് വന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് വരാം. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ. നാലാമത്തെ ചോദ്യം. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് +2D. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക, ലെൻസിന്റെ പവർ കാണാനുള്ള യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. പല പ്രാവശ്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫോക്കൽ ലെങ്ത് കാണണം. പവർ = 1/f ആണ്, അല്ലെങ്കിൽ F = 1/p എന്ന് പറയാം. ഓക്കെ. പവറിന്റെ P = 1/f, F = 1/p. ഫോക്കൽ ലെങ്ത് കാണാനായിട്ട് നമ്മൾ F = 1/p ഉപയോഗിച്ചു. 1/ പവർ എന്ന് പറയുന്നത് 2 ഡയോപ്റ്റർ ആണ്, 1/2. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ശ്രദ്ധിക്കുക, അത് മീറ്ററിലായിരിക്കും കിട്ടുക. 0.5 മീറ്റർ. എപ്പോഴും ഫോക്കൽ ലെങ്ത് നമ്മൾ മീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ പവർ കാണുമ്പോഴും P = 1/f ആണ്. 1/ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിലെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്റർ തന്നിട്ടുണ്ടാവാം. പവർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പവർ കാണാനായിട്ട്. ഓക്കെ. ഇനി നിങ്ങൾ ലെൻസിന്റെ പവർ തന്നിട്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ കിട്ടുന്ന ആൻസർ എപ്പോഴും മീറ്ററിലായിരിക്കും. അപ്പൊ ഇവിടെ അത് 0.5 മീറ്റർ ആയിരിക്കും. 0.5 മീറ്റർ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. The work done to move a charge of 3 coulomb between the points x and y is 12 joule. അതായത് എക്സും വൈക്കും ഇടയ്ക്ക് 3 കൂളും ചാർജിനെ മൂവ് ചെയ്യണ വർക്ക് ഡൺ എന്ന് പറയുന്നത് 12 ജൂൾ ആണ്. Then the potential difference between these points. ഈ പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടെ ഈക്വേഷൻ അറിയണം. V = W/Q. W എന്ന് പറയുന്നത് വർക്ക് ഡൺ, Q എന്ന് പറയുന്നത് ചാർജ്. അപ്പോൾ ഇവിടെ V വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? W എന്ന് പറയുന്നത് 12 ആണ്, Q 3 ആണ്. 12/3 4 വോൾട്ട്. ഓക്കെ. ആൻസർ any 4 question each carries 2 scores. ഓക്കെ. 2 മാർക്കാണ്. നമ്മളിവിടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയാവും. എ കണ്ടക്ടർ AB, ഇതാണ് കണ്ടക്ടർ AB, സസ്പെൻഡഡ് ഫ്രീലി വിത്തിൻ ദ പോൾസ് ഓഫ് എ യു മാഗ്നറ്റ്. ഒരു യു മാഗ്നറ്റിന്റെ പോൾസിനായിരിക്കും AB എന്ന് പറഞ്ഞ കണ്ടക്ടർ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. DC സോഴ്സ് കണക്ട് സർക്യൂട്ട്. ഈ സർക്യൂട്ടിലേക്ക് എന്താണ്? DC സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം എ. സ്റ്റേറ്റ് ദ റൂൾ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ AB when a current is switched on. അപ്പോൾ സ്റ്റേറ്റ് ദ റൂൾ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. AB എന്ന് കണ്ടുപിടിക്കുന്നത് കണ്ടക്ടറിന്റെ ഡയറക്ഷൻ മോഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ when current is switched on, കറന്റ് സ്വിച്ച് ചെയ്താൽ AB ഡയറക്ഷൻ എന്തായിരിക്കും ചോദ്യം. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ എ എന്ന് പറയും. നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തണം. സ്റ്റേറ്റ് ദ റൂളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. റൂൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് ദ മെത്തേഡ്സ് ടു റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. കറന്റ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ നമുക്ക് അവിടെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടക്ടറിന്റെ ഡയറക്ഷൻ, മോഷന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം. ഏഴാമത്തെ ചോദ്യം. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ.
റൈറ്റ് ദ ലോ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്തു. റൈറ്റ് ദ ലോ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ലോ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇഫ് യു ഇമാജിൻ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. അപ്പൊ ഇങ്ങനെ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന കറന്റ് ഡയറക്ഷൻ, അതായത് തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ കറന്റ് ഡയറക്ഷൻ ആയിരിക്കും. ഈ ഫിംഗേഴ്സ് കേൾ ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ ടു മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബൈ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടാനുള്ള രണ്ട് മെത്തേഡുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻക്രീസ് ദ കറന്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസും ഇൻക്രീസ് ചെയ്യുക. എട്ടാമത്തെ ചോദ്യം, വേരിയസ് സ്റ്റേജസ് ഇൻ ദ വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആർ ഗിവൺ. ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിംഗ് ഉള്ള പല സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കറക്റ്റ് ഓർഡറിലല്ല. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കാണ്. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ എന്ത് ചെയ്യുക? സൗണ്ട് എനർജിയാണ്. സൗണ്ട് എനർജി എന്ത് ചെയ്യും? സൗണ്ട് എനർജി മൈക്കിന്റെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കോയിൽ എന്ത് ചെയ്യും? ഈ വൈബ്രേറ്റ്സ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മൈക്രോഫോൺ? മൈക്രോഫോൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, ദ ഫിഗർ ഷോസ് സൺലൈറ്റ് ഫോളിംഗ് ഒബ്ലിക്ലി ഓൺ എ ഗ്ലാസ് പ്രിസം. സൺലൈറ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നു. ഇവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. കോപ്പി ദ ഡയഗ്രം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. മാർക്ക് ദ കളേഴ്സ് സീൻ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ കാണുന്ന കളേഴ്സ് വിബ്ജിയോർ ആണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ ആണ് വരാ. കളേഴ്സ് വിബ്ജിയോർ ആണ് വരാ. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കൂടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ വേവ് ലെങ്ത്, തരംഗദൈർഘ്യം ഏറ്റവും കുറവാണ്. റെഡിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി, അതിന്റെ വേവ് ലെങ്ത് ഏറ്റവും കൂടിയ കളറാണ് റെഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആംബുലൻസിലൊക്കെ നമ്മൾ റെഡ് ഉപയോഗിക്കുന്നത്. കാരണം റെഡിന് സ്കാറ്ററിങ് കുറവാണ്. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് എത്തും. പിന്നെ സ്കൈ എന്തുകൊണ്ടാണ് ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നതിന്റെ ഒരു കാരണം ഉണ്ട്. വയലറ്റ് പെട്ടെന്ന് സ്കാറ്റർ ചെയ്യുന്ന കളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആകാശം നീലിയായിട്ട് കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ വോയിസ് കോയിൽ മൈക്രോഫോണിന്റെ ഫിഗർ തന്നിട്ട് പാർട്സ് ഐഡന്റിഫൈ ചെയ്യാനും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പത്താമത്തെ ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ഫിലമെന്റ് ഓഫ് എൻ ഇൻകാൻഡസൻ ലാമ്പ്. ഇൻകാൻഡസൻ ലാമ്പിന്റെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? വാട്ട് പ്രോപ്പർട്ടീസ് മേക്ക് ദിസ് മെറ്റീരിയൽ സ്യൂട്ടബിൾ ഫോർ ദിസ് പർപ്പസ്. എന്ത് പ്രോപ്പർട്ടിയാണ് ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ ഇതിനെ ഇതാക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ മൂന്ന് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. പിന്നെ രണ്ടാമത്തത് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഓൺ ഹീറ്റിംഗ്. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമത്തെ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. ഈ മൂന്ന് കാരണങ്ങളാണ്, ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് ടങ്സ്റ്റൺ ഈ ഒരു ഇൻകാൻഡസൻ ലാമ്പിന്റെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ സി എന്ന് പറയുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റുഡന്റ് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ 2 ohm റെസിസ്റ്റേഴ്സ്. ഹി റിക്വയർസ് എ സർക്യൂട്ട് ഹാവിംഗ് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 9 ohm. അപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ കുറച്ച് 2 ohm റെസിസ്റ്റേഴ്സിന്റെ കുറച്ച് എണ്ണം ഉണ്ട്. ഹി റിക്വയർസ് സർക്യൂട്ട് ഹാവിംഗ് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 9 ohm വരണം. അങ്ങനെയുള്ള ഒരു ഇതിലൊരു സർക്യൂട്ടാണ് അവൻ ആവശ്യം. ആദ്യത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദ മിനിമം നമ്പർ ഓഫ് 2 ohm റെസിസ്റ്റേഴ്സ് യൂസ്ഡ് ഫോർ ദിസ്. അപ്പോൾ 9 ohm റെസിസ്റ്റൻസ് അയാൾക്ക് കിട്ടണമെങ്കിൽ, ആ കുട്ടിക്ക് കിട്ടണമെങ്കിൽ 2 ohmന്റെ മിനിമം എത്ര റെസിസ്റ്റൻസ് വേണമെന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം 2 ohm സീരീസ് ആയിട്ട് വെച്ച് 5 എണ്ണം വേണം, 10 എണ്ണം ആണെങ്കിൽ ഇവിടെ നമുക്ക് 9 ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ 2 ohmന്റെ 2 റെസിസ്റ്റർ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ohm കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പാരൽ എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പം വഴി പറയാം. പാരൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ 2 റെസിസ്റ്ററിനും കൂടി 2 കോമൺ പോയിന്റ് ഉണ്ടാവുന്നതാണ് പാരൽ. ഇതിന് പാരലാണ് ഈ ഒരു 2 കോമൺ പോയിന്റ്. ഇപ്പൊ ഞാനിവിടെ എയും ബിയും കൊടുത്തു. 2 കോമൺ പോയിന്റ് ഉണ്ട്. ഇതിന് ജസ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയുന്നത് ഇങ്ങനെയാണ് വോൾട്ടേജ് കണക്ക്. ഇത് പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ohm ആണ്, ഇതും 2 ohm ആണെങ്കിൽ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് പാരലൽ ആയതുകൊണ്ട് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohm ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക ഈ 2 ohmന്റെ 4 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. കാരണം സീരീസ് ആകുമ്പോൾ R+R1 + R2 + R3 + R4 എന്നാണ്. പാരലൽ 1/R × 1/R1 + 1/R2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 എണ്ണം സീരീസ് ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് 8 ohm കിട്ടും. ഇത് 2 എണ്ണം പാരലായിട്ട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm ആയിരിക്കും. സോ 8 + 1, ഈ 2 പാരലായിട്ട് വരുന്നത് 1 ohm ആണ് വരിക. 2 ohm പാരലായിട്ട് വരുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohm ആണ്. ആ 1 ohm
ഈ പറയുന്ന 2 ohm എല്ലാ 2 ohm റെസിസ്റ്റേഴ്സും സീരീസ് ആണ്. അപ്പോൾ 8 ohm പ്ലസ് 1 ohm 9 ohm കിട്ടും. നമുക്ക് വേണ്ടത് എത്ര റെസിസ്റ്ററാണ് നമുക്ക് വേണ്ടത്? 6 റെസിസ്റ്ററാണ്. ഓക്കെ, ബി ഡ്രോ ദ സർക്യൂട്ട് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. ഇത് അറേഞ്ച്മെന്റ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കുക. ഈ 4 സീരീസ് ആണ്. അതിന് ആ സീരീസിന് ഈ 2 ohm പാരലാണ്. ആ പാരലായിട്ടുള്ള 2 റെസിസ്റ്ററും ഇതുമായിട്ട് സീരീസ് ആണ്. അടുത്ത ചോദ്യം, അനലൈസ് ദി സർക്യൂട്ട്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സർക്യൂട്ട് 1 കൊടുത്തിട്ടുണ്ട്, അവിടെ DC വോൾട്ടേജ് 12 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സർക്യൂട്ട് 2 AC വോൾട്ടേജ് 12 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആൻഡ് കോർണർ. അപ്പോൾ ചോദ്യം, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് ദ സോളിനോയിഡ് ഓൺലി ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട്. ഡു യു എഗ്രി വിത്ത് ദിസ്? മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡ് സർക്യൂട്ടിൽ മാത്രമാണ്, സോളിനോയിഡിന് അറൌണ്ട് ആയിട്ട് സെക്കൻഡ് സർക്യൂട്ടിൽ മാത്രമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അത് ശരിയല്ല. കാരണം നോ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് ബോത്ത് ദ സോളിനോയിഡ്. 2 സോളിനോയിഡിലും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ ഫസ്റ്റ് സർക്യൂട്ട്, പക്ഷേ ആദ്യത്തെ സർക്യൂട്ടിൽ ഫീൽഡ് സ്റ്റഡിയാണ്. കാരണം എന്താ, അവിടെ DC വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേല് ഫീൽഡ് സ്റ്റഡി അല്ല, അത് വേരി ചെയ്യുന്നുണ്ട്. കാരണം എന്താ, സെക്കൻഡ് സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്നത് AC ആണ്. AC എപ്പോഴും ടൈമിനനുസരിച്ച് ഓൾട്ടർനേറ്റിംഗ് കറന്റ് വേരി ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് സർക്യൂട്ട് എ കണ്ടിന്യൂസ് EMF ഈസ് ഇൻഡ്യൂസ്? നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ. 2 മാർക്കാണ്. ഏത് സർക്യൂട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഉത്തരം സർക്യൂട്ട് 2 ആണ് കണ്ടിന്യൂസ് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നെയിമാണ് ചോദിച്ചത്. ഇവിടെ ഈ ഫിനോമിനോൺ സെൽഫ് ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ ഇസ് ദ ഫിനോമിനോൺ വേർ ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ when a variable current passes through the same coil. ഒരു കോയിലിൽ തന്നെ EMF ഉണ്ടാവുന്നു. ആ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യുന്നതുകൊണ്ട് അതേ കോയിലിൽ തന്നെ EMF ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഒക്കെ ഓർത്തിരിക്കാൻ. ഒരു സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു കുട്ടി സ്വയമായിട്ട് എടുത്ത് പഠിക്കുന്നു, അതിനാണ് സെൽഫ് ഇൻഡക്ഷൻ എക്സാമ്പിൾ. മറ്റൊരു പ്രേരണ വേണ്ട. എന്നാൽ മറ്റൊരു ടീച്ചറിന്റെ പ്രേരണയിലോ മറ്റു കുട്ടികളുടെ പ്രേരണയിലോ പഠിക്കുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താ പറയാ, EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ലൈൻസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കോയില് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊരു ടീച്ചർ കുട്ടിയെ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് മൂന്നൊന്നും റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഫിസിക്സിനായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങളിങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം. മറന്നു വന്ന കാര്യം അതിനുവേണ്ടി പറഞ്ഞു മാത്രം. 13ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അസോസിയേറ്റഡ് മിറേഴ്സ് ഇൻ കോളം A, B and C ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇതിന്റെ യൂസ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത് ഓൾവേസ് ഫോംസ് ആൻ എൻലാർജ് ഇമേജ് ആണ്. അതുകൊണ്ട് ഡെന്റിസ്റ്റ് ആണ് കൂടുതൽ കോൺകേവ് മിറർ ഡെന്റിസ്റ്റ് മിറർ എന്ന് അറിയപ്പെടുന്നു. കാരണം നമുക്ക് ഇതിന് എൻലാർജ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. അടുത്ത് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓൾവേസ് ഫോംസ് എ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കോൺവെക്സ് മിറർ കിട്ടുന്നത്. യൂസ് ദ റിയർ വ്യൂ ഇൻ വെഹിക്കിൾസ്. നിങ്ങൾ അതാണ് കമ്പൈൻ ചെയ്ത് Aയും Bയും Cയും കമ്പൈൻ ചെയ്തത് അങ്ങനെയാണ്. ഇനി അടുത്ത പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ വരുന്നത് എന്താണ്? പ്ലെയിൻ മിററിൽ എന്താണ്? ദ സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ. അത് ഫേസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിറർ. ഓക്കെ. 14ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസിന്റെ ഒരു F-നും F-നും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചു. അവിടെ ഒരു 4-5 ഇമേജുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും F-ൽ വയ്ക്കുമ്പോൾ, F-നും F-നും ഇടയ്ക്ക് വയ്ക്കുമ്പോൾ, F-ന് അപ്പുറത്ത് വയ്ക്കുമ്പോൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരുന്നത് കോപ്പി ഡൗൺ ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഷോ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. ഇമേജിന്റെ പൊസിഷൻ ഷോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് F-നും F-നും ഇടയ്ക്കാണ് ഇമേജ് വെച്ചിരിക്കുന്നത്. ബിയിൽ നിന്ന് പോകുന്നത് നമ്മുടെ ലെൻസിലെ കൂടെ കടന്നു പോയിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അത് ഇവിടെ വരുന്നു, സ്ക്രീനിലേക്ക് വരുന്നു. ഈ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. ലെൻസ് അതേ രീതിയിൽ പോകുന്നു. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് 2F-ന് അപ്പുറത്തായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഒബ്റ്റൈൻഡ്. ഈ ഇമേജിന്റെ പ്രത്യേകത, ഇമേജ് എൻലാർജ്ഡ് ആണ്, വലിയ ഇമേജ് ആണ്, അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ആണ്, റിയൽ ആണ്. 15ാമത്തെ ചോദ്യം, ദ കലോറിഫിക് വാല്യൂ ഷുഡ് ബി കൺസിഡേർഡ് വെൻ ചൂസിങ് എ ഗുഡ് ഫ്യൂൽ. ഒരു ഗുഡ് ഫ്യൂൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളതിനെ കലോറിഫിക് വാല്യൂവിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ? ഒരു ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്താണ്? It is the heat energy liberated by complete combustion of 1 kilogram fuel. 1 kilogram fuel കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക?
അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എ ഫ്യൂവൽ? ഒരു ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കാനായിട്ടുള്ള എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദ്യം. അത് ഒന്ന്, അവൈലബിലിറ്റി ഓഫ് സഫിഷ്യന്റ് ഓക്സിജൻ. സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും, എല്ലാ സംഭവങ്ങളും കത്തുന്നതിന് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഇത് വേണം. അപ്പൊ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഫ്യൂവലില് എസെൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് സഫിഷ്യന്റ് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഡ്രൈ ആയിരിക്കണം. സോളിഡ് ഫ്യൂവൽസ് സംബന്ധിച്ചപ്പോഴും ഡ്രൈ ആയിരിക്കണം. മൂന്ന്, ലിക്വിഡ് ഫ്യൂവൽ ഈസി ആയിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കണം. ഇനി സെക്ഷൻ ഡി, ദ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഡിവൈസ് ഡിസൈൻ ടു വർക്ക് അറ്റ് 230 watt is 460. ഒരു പ്രോബ്ലം ആണ്, 4 മാർക്കിന്റെയാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് അത് 460 ഓമിലാണ് അല്ലാണ് 230 വോൾട്ടിൽ വർക്ക് ചെയ്യാനുള്ളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള അതിന്റെ റെസിസ്റ്റൻസ് 460 ഓമാണ്, 460 ഓമാണ്. കാൽക്കുലേറ്റ് ദ കറന്റ് ഡ്രോൺ ബൈ ദ ഡിവൈസ് വെൻ ഓപ്പറേറ്റഡ് 230 വോൾട്ട്. 230 വോൾട്ടിലാകുമ്പോൾ എത്ര കറന്റ് ഓപ്പറേറ്റ് ചെയ്യും നമുക്കറിയാം. V/R = V/I ആണ്. I = V/R ആണ്. I = V/R. 230/460 0.5 ആംപിയർ, 1/2 ആംപിയർ ആണ് വരിക. അപ്പൊ നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 230യുടെ ഡബിൾ ആണ് 460. അപ്പോൾ ഇവിടെ മോഡ് 230, ചെറുതാണ് 460, അതിനേക്കാളും വലുതാണ് ഹാഫ്. അങ്ങനെ ചെയ്യാം. ഈ 460/230 ആണെങ്കിൽ അത് 2 വരും. 230/460 എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്, 0.5. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം, എളുപ്പത്തിന് പറഞ്ഞത് മാത്രം. ഈ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റേറ്റഡ് പവർ ഓഫ് ദ ഡിവൈസ്. ഡിവൈസിന്റെ പവർ കാണണം. P = VI ആണ്. V230 തന്നിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് 0.5 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 115 വാട്ട്. 115 വാട്ടാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ നിങ്ങൾ തമാശ. ഇപ്പോൾ നമ്മൾ തമാശ പറയുന്നത് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. WATT വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. അപ്പൊ ആൻസർ തന്നെയുണ്ട്, വാട്ട് ഈസ് ദ പവർ ഓഫ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട് എന്ന്. ആ വാട്ട് WHAT ആണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മുടെ ആൻസർ WATT വാട്ടാണ് വരെ. പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 230 0.5 എന്ന് പറയുന്നത് 230യുടെ ഇൻറ്റു ഹാഫ് എന്നുള്ള മീനിങ് ആണ്. 230യുടെ പകുതിയാണ് 115, 115 എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് ദിസ് ഡിവൈസ് വർക്ക്സ് ഫോർ 10 minutes. 10 മിനിറ്റ് നേരത്തേക്ക് ഈ ഡിവൈസ് വർക്ക് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് H = I² എന്നുള്ള ഇക്വേഷൻ ആണ്. ജൂൾസ് ലോ. അപ്പോൾ 0.5 ആണ് കറണ്ട്, അതിന്റെ സ്ക്വയർ 0.5 × 0.5. റെസിസ്റ്റൻസ് 460 ആണ്. പിന്നെ ടൈം എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചത് 10 മിനിറ്റാണ് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ടൈം മിനിറ്റിനെ സെക്കൻഡിലേക്ക് കേൾക്കണം. അപ്പോൾ 10 × 60 അപ്പോഴാണ് നമുക്ക് 69,000 ജൂൾ വരാം. ദാറ്റ് ഈസ് അതിന് കിലോ ജൂളിലേക്ക് ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 69 കിലോ ജൂൾ. 17ാമത്തെ ചോദ്യം, a transformer has 100 turns in the primary and 1000 turns in the secondary. Which coil is this transformer? Which coil of this transformer is made using thick wire? അപ്പോൾ ഇതിൽ പ്രൈമറിയിൽ 100 ടേണും സെക്കൻഡറിയിൽ 1000 ടേണും ഉണ്ട്. സെക്കൻഡറിയിൽ ടേൺസ് കൂടുതലാണ്. അപ്പൊ ഏത് ടേൺസ് ആണ് തിക്ക് വയർ ഉപയോഗിക്കാൻ കാരണം? തിക്ക് വയർ ഉപയോഗിക്കുന്നത് പ്രൈമറി കോയിലാണ് തിക്ക് വയർ ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിന്റെ റീസൺ എന്താ? when thick wire is used, resistance of the coil can be minimized. Resistance minimized ആയിരിക്കും. There are 2 benefits for this. Overheating of the coil can be provided. അപ്പോൾ ഓവർഹീറ്റിംഗ് കുറയ്ക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം, എനർജി ലോസ് കുറയ്ക്കാം. ഓക്കെ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത് എനർജി ലോസ് കുറയ്ക്കാമെന്നാണ്. എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ പ്രൈമറി ടു ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി എനർജി ട്രാൻസ്ഫോം ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ മ്യൂച്വൽ ഇൻഡക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ആ വാക്ക് ഉപയോഗിക്കണം. പ്രിൻസിപ്പൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, ഫിനോമിനൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഇൻഡക്ഷൻ പവർ. It is through the mutual induction, the power is transferred from primary coil to the secondary coil when a variable current is passed through one of the 2 adjacent coils. രണ്ട് അഡ്ജസന്റ് കോയിലിന്റെ അടുത്ത് വേരിയബിൾ കറന്റ് പാസ് ചെയ്യുമ്പോൾ an EMF is induced in the second coil. EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഫിനോമിനനെ നമ്മൾ പറയാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. ഇനി ഇവിടെ ട്രാൻസ്ഫോമറിന്റെ ടേൺസ് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. പ്രോബ്ലം ചോദിക്കാറുണ്ട്. VS/VP = NS/NP = IP/IS. അപ്പോൾ അത് പഠിച്ചാൽ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ നമ്പർ ഓഫ് ടേൺസ് കാണാം. പ്രൈമറി, സെക്കൻഡറി, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കൃത്യമായിട്ട് ഭാഗം പഠിച്ചിരിക്കണം. എന്തായാലും 5 മാർക്കൊക്കെ അവിടെ നിന്ന് ചോദിക്കാം. ഇനി 18ാമത്തെ ചോദ്യം, an object is located on the principal axis of a spherical mirror at a distance of 40 cm from the pole. The magnification of the image is -4. M എന്ന് പറയുന്നത് -4 ആണ്. വാട്ട് ഡസ് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്? നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം ഇമേജ് ഇൻവെർട്ടഡ് ആൻഡ് റിയൽ ആണ്. ഇമേജ് ഇൻവെർട്ടഡും തരംതിരിഞ്ഞത് റിയൽ ആണെന്നുള്ളതാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹൗ ഫാർ ഫ്രം ദ പോൾ ഓഫ് ദ മിറർ ഈസ് ദ ഇമേജ് ഫോം? ഇമേജ് പോളിൽ നിന്ന് എത്ര അകലെയാണ് വരുന്നത്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക്
എം നമുക്കറിയാം തന്നിട്ടുണ്ട് -4. മാഗ്നിഫിക്കേഷനുള്ള ഇക്വേഷൻ എം ഈക്വൽ -v/u. അപ്പോൾ -4 -v/-40. യുടെ -40 ആവാൻ എന്താ കാരണം അവിടെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാണ്. സ്ഫെറിക്കൽ മിററിന്റെ ഡോക്ടറുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് സ്ഫെറിക്കൽ മിറർ ഡിസ്റ്റൻസ് ഓഫ് 40 സെന്റിമീറ്റർ ഫ്രം ദ പോളാണ്, പോളിൽ നിന്ന്. അപ്പോൾ അവിടെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലെൻസിന്റെ ഇപ്പുറത്തുള്ളത് അത് -40 വരും. ഓക്കെ, അപ്പോൾ വിയും അവിടെ മൈനസ് തന്നെയാണ്. -v/u ആണ് ഇക്വേഷൻ. -4 = -v/-40. -4 = നെഗറ്റീവ് പോസിറ്റീവ് ആണ്, v/40 എന്ന് പറയും. അപ്പോൾ v എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? v എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 × -4 വരും. -160 സെന്റിമീറ്റർ ആണ് v കിട്ടുക. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം. അപ്പോൾ v ആണ് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ബൈ കൺസിഡർ ദ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ കണ്ടുപിടിക്കണം. f കാണാനായിട്ട് uv/u+v. അപ്പോൾ നമുക്കറിയാം ലെൻസ് ഇക്വേഷൻ 1/f = 1/u - 1/v ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞത് 1/f = 1/u - 1/v ആണ്. ഇവിടെ മിറർ ഇക്വേഷൻ, ഇവിടെ നമുക്ക് ചോദിച്ച മിറർ ആണ്. അപ്പോൾ മിറർ എന്ന് പറയുന്നത് 1/f = 1/u + 1/v ആണ്. അതാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? f = uv/u+v. ഇവിടെ മിറർ ആണ്. അപ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നതും ഒരേ പ്ലേസ് തന്നെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുവും വിയും നെഗറ്റീവ് ആവാനുള്ള കാരണം. ഞാനിവിടെ നേരത്തെ എവിടെയോ ലെൻസ് എന്ന് സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നി. ലെൻസ് അല്ല, മിററാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് f = uv/u+v കൊടുക്കുമ്പോൾ -40 × -160 / -40 + -160 -× പോസിറ്റീവ് 440 × 160. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയതാണ് എടുത്ത്. പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ -2 -32 സെന്റിമീറ്റർ കിട്ടും. 19ാമത്തെ ചോദ്യം, ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് 42 ഡിഗ്രി സെൽഷ്യസ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയറുമായിട്ട് വരുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ, വാട്ട് ഡു യു മീൻ ബൈ ക്രിട്ടിക്കൽ ആംഗിൾ? എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് കൊടുത്തത്? അപ്പോൾ വെൻ ദ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു മീഡിയം ഓഫ് എ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. ഏത് ആംഗിളിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്നത് ആ ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. When the light travels from a medium of a higher optical density to medium of lower optical density, the angle of incidence at which the angle of refraction is 90 degree is called critical angle. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ട്രാവലിന്റെ ഇൻസിഡൻസ് ആംഗിൾ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാതെ. എപ്പോഴാണ് അതിനെ ക്രിട്ടിക്കൽ ഇൻസിഡൻസ് ആംഗിളിന് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാ? അതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ആ ഇൻസിഡന്റ് ആംഗിൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. അവിടെ എല്ലാ ലൈറ്റും റിഫ്രാക്ട് ചെയ്യുന്നതിന് പകരം റിഫ്ലക്ട് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ബി, വാട്ട് ഹാപ്പൻസ് ടു ഗിവൻ ഇൻസിഡന്റ് റേ ആസ് ഇറ്റ് കൺവേർട്സ് പാത്ത്? അപ്പോൾ the ray will be reflected back to the glass. ഞാൻ പറഞ്ഞു. ഈ എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ലൈറ്റ് ദാറ്റ് ഒക്കേഴ്സ്. ഈ ലൈറ്റിന്റെ ഇവിടെ ഒക്കെ വരുന്ന ഫിനോമിനയുടെ പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. When light travels from a medium of higher optical density to medium of lower optical density, the angle of incidence is greater than the critical angle. Critical angle-നേക്കാളും കൂടുതലാണ് angle of incidence ഉണ്ടെങ്കിൽ the light will be reflected back into the same medium instead of undergoing refraction. Refraction ഉണ്ടാകാതെ ലൈറ്റ് എല്ലാം മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യും. എപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനോട് ഈക്വൽ ആവുകയോ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പറയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. 20ാമത്തെ ചോദ്യം, give the reason for each of the following. A rapidly rotating Newton's disk appears white. ഇപ്പോൾ പല ന്യൂട്ടൺസ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ പല കളറുകളുണ്ട്. വർണ്ണപമ്പരം എന്ന് പറയുന്നുണ്ട്. വർണ്ണപമ്പരം നമ്മുടെ മണവിലുള്ള എല്ലാ കളറും ഉണ്ട്. അത് ഇങ്ങനെ സ്പീഡിൽ റൊട്ടേറ്റ് വൈറ്റ് ആയിട്ട് കാണുന്നു. ഇതിന്റെ ആൻസർ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് അതിന്റെ കാരണം. രണ്ടാമത്തെ കാര്യം, സൺ അപ്പിയേഴ്സ് റെഡ് ഡ്യൂറിംഗ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. സൺറൈസ് ആൻഡ് സൺസെറ്റ് സമയത്ത് സണ്ണ് റെഡ് ആയിട്ട് കാണുന്നു. കാരണം റെഡ് അണ്ടർഗോസ് ലീസ്റ്റ് സ്കാറ്ററിംഗ് ആസ് ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ് ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ വേവ് ലെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് റെഡിന് സ്കാറ്ററിംഗ് കുറവാണ്. ആ കാരണങ്ങളാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൺസെറ്റിന്റെ സമയത്തും സൺറൈസ് സമയത്തും സൺ റെഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സ്കാറ്ററിംഗ് അധികം ഇല്ലാത്ത റെഡ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. ബാക്കിയെല്ലാം സ്കാറ്റർ ചെയ്ത് പോകുന്നു. ക്ലിയർ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. ഇത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് ബ്ലൂ ഈസ് a color having shorter wavelength, so it undergoes most scattering at the atmosphere and spreads in all direction. അപ്പോൾ ബ്ലൂവിന്റെ കളർ അതിന്റെ വേവ് ലെങ്ത് വളരെ ഷോർട്ടർ ആണ്.
അതുകൊണ്ട് തന്നെ അതിന് സ്കാറ്ററിംഗ് ഉണ്ടാകുന്നു, അതുകൊണ്ട് അത് അന്തരീക്ഷത്തിൽ പോകുന്നു, അതുകൊണ്ടാണ് നമുക്ക് സ്കൈ ക്ലിയർ സ്കൈ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നത്. ഓൺ എ ഫ്രോസ്റ്റി മോർണിംഗ് ദ പാത്ത് ഓഫ് സൺലൈറ്റ് പാസിംഗ് ത്രൂ ദ വുഡ്സ് ഈസ് ക്ലിയർലി വിസിബിൾ. ഫ്രോസ്റ്റി മോർണിംഗ്സിന്റെ സമയത്ത് സൺലൈറ്റ് നമുക്ക് വുഡ്സിലൂടെ പോകുന്നത് വളരെ ക്ലിയർ ആണ്. അത് എന്താണ് അതിന്റെ കാരണം? ടിൻഡൽ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് 40 മാർക്കിന്റെ. പക്ഷെ ഇത് മാത്രം പഠിക്കുക മാത്രമല്ല, ഇതിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കൂടാതെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും പോയി. അപ്പോൾ നാളെ നമ്മുടെ ഫിസിക്സിന്റെ എക്സാമിന്റെ തലേ ദിവസം, അതായത് നാളെ നമ്മൾ കൃത്യം രാവിലെ 10:30 നമ്മൾ ഫിസിക്സിന്റെ ലൈവ് വിടുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അത് നിങ്ങൾ ഇത്രയും കൂടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ലൈവിലുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.